എന്നത്തെയും പോലെ തന്നെ അതിരാവിലെ കുളിച്ചൊരുങ്ങി ഈ തണുപ്പത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയേണ്ടായിരിക്കുമല്ലോ. രാവിലെ നമ്മൾ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. മഴയും കൂടെ ഉള്ളതുകൊണ്ട് തണുത്ത് വിറച്ചൊക്കെയായിരുന്നു ബസ്സിലിരുന്നത്. അങ്ങനെ നമ്മൾ തന്നെയാണ് നേരത്തെ എത്തിയത്. മിക്കവാറുമൊക്കെ നേരത്തെ എത്താറുള്ളത് ഞങ്ങൾ തന്നെയാണ്. പിന്നെ ചില സമയത്ത് കുറച്ച് ലേറ്റായി വരും. കാരണം അന്നേരം നമ്മളത് കുറച്ച് ലേറ്റായി വന്നാൽ മതി എന്ന് പറയുന്ന ടൈമിൽ നേരെ നമ്മൾ പോയത് ക്യാൻറ്റീനിലേക്ക് തന്നെയായിരുന്നു. അവിടെ പോയിക്ക് തന്നെ മൊത്തം ഒരു പരതലാണ്. ഏത് വേണം, എന്ത് വാങ്ങണം എന്നുള്ളതിലാണ് കൺഫ്യൂഷൻ. എങ്ങനെ പോയാലും ലാസ്റ്റ് നമ്മുടെ കണ്ണ് പോയി ഉടക്കുന്നത് ഈ സംഭവത്തിലേക്കായിരിക്കും. എല്ലാവരുടെയും ഫേവറേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റാണ് സ്വീറ്റ് ബണ്ണെന്നോ ക്രീം ബണ്ണെന്നോ ഒക്കെ പറയാം. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ടിനും കൂടെ അത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ പറയണ്ട, മാച്ചാണല്ലോ. പിന്നെ അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് 2 വാങ്ങി അത് പൊട്ടിക്കാൻ വയ്യാത്തതിൻ്റെ കഷ്ടപ്പാടിലാണ് അവളിങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ അത് നമ്മൾ അൺബോക്സ് ചെയ്തങ്ങ് എടുത്തു. അങ്ങനെ പിന്നെ നമ്മളത് അതിനകത്ത് നിന്ന് എടുത്ത് കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ബസ്സെങ്ങാനും പോയി കഴിഞ്ഞാലോ, ഓടിപ്പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെയോ പെട്ടെന്ന് അത് കഴിച്ചു. പക്ഷേ എന്നെക്കൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പൊതുവേ കുറേ പേരൊക്കെ ആബ്സെൻ്റ് ആയിരുന്നു കേട്ടോ. മഴയൊക്കെ ആയപ്പോഴേ എനിക്കറിയാം കുറേ പേരൊക്കെ ആബ്സെൻ്റ് ആയിട്ട്. പിന്നെ ഇവർ രണ്ടുകൂടെ പോകുന്നത് എങ്ങോട്ടേക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ കെയറിനുള്ള ആർട്ടിക്കിൾസ് ഓട്ടോക്ലേവ് വേഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. തലേന്ന് കൊടുത്തതാണ്. നമ്മൾ തലേന്ന് വൈകിട്ട് കൊടുക്കും. പക്ഷേ അന്ന് വൈകിട്ട് തന്നെ കിട്ടുന്നതാണ്. പക്ഷെ അന്ന് കിട്ടിയില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കണ്ടില്ലേ, തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോക്ലേവിന് കൊടുത്തേക്കുന്നത്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ വിയർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ വണ്ടിയിലങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവർ വണ്ടിയിലൊക്കെ പോയി അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ്, ഫോട്ടോസ്, സ്നാപ്പൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അതിനകത്തൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഊട്ടിയിലേക്ക് പോകാനുള്ള ചേച്ചിയാണ് നമ്മൾ കാണുന്നത്. അവളെപ്പോൾ വന്നാലും ഊട്ടിയിൽ ട്രിപ്പ് പോകുന്നൊരു ഫീലാണ്. കാരണം എന്നും ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത്. രാവിലെ തണുപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ടിങ്ങ് വരുന്നതാണ്. പിന്നെ എല്ലാവരും ഹോസ്റ്റലേഴ്സൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. ആകെ 2 പേരേ ഉള്ളൂ കേട്ടോ ഹോസ്റ്റലേഴ്സ്. അവർ വരുന്നത് കറക്റ്റ് ബസ് എടുക്കുമ്പോഴാണ്. പക്ഷേ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും അവധി എടുക്കുന്ന ഒരാൾ ഇന്ന് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് പറ്റി ഇന്ന് നീ വരാനെന്ന്. നാട്ടിലെങ്ങും ഇല്ലാത്ത പ്രത്യേകതര ഒരു കലാരൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ നമ്മൾ കുറച്ച് ചാർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഏവിയേറ്റ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സെൽഫീസൊക്കെ എടുത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചാർട്ടൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. അങ്ങനെ ബസ് നോക്കി, ബസ്സിൽ കയറി. കുറച്ച് ലേറ്റായി, കാരണം ചാർട്ടൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കിന്. കാരണം നമുക്ക് ഈ ഒരു ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് ഒരു സൺഡേ അല്ലേ ഉള്ളൂ. പിന്നെ മൺഡേ പോകുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് പോകണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടെത്താറായി. അങ്ങനെ എത്താറായപ്പോൾ തന്നെ നമ്മുടെ 2 ബസ് കയറണം. അപ്പോൾ ഫസ്റ്റ് ബസ്സിൽ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറി. കാരണം കളർ പേപ്പറൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കണിക്കൊന്നയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഓർത്ത്, നാളെ വിഷു ആണല്ലോ എന്ന്. അങ്ങനെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കമ്മലൊക്കെ ഉള്ളപ്പോൾ ഞാനും അവളും ഒക്കെ കമ്മലിൻ്റെ കാര്യമൊക്കെ പറയാമായിരുന്നു, പണ്ട് ഇങ്ങനത്തെയൊക്കെ വാങ്ങുന്നത്. എന്താണ് നല്ല വിഷമമുണ്ടായിരുന്നു. അത്താണെങ്കിൽ പപ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു.